ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതും അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തിനും ഹെൽത്തിക്കും ഒക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പയറിൻ്റെ ഇല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പയർ നടുന്നതിൻ്റെയും പിന്നെ അതിൽ നിന്ന് വരുന്ന ഇലയൊക്കെ ആയിട്ട് നമ്മൾ കേടുവന്ന പയർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി പയറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഇലകളാണിത്. അപ്പോൾ നമ്മൾ വളമൊന്നും ഉപയോഗിക്കാതെ ഉണ്ടായിരിക്കുന്ന ഇലയാണ് ഇത് മൊത്തം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കേടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി എല്ലാം നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എല്ലാതും നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇത് കുറച്ച് വെള്ളത്തിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിപ്പൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച പരിപ്പ് ഇവിടെ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇടാനുണ്ട്. അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഇല ഒന്ന് വേവുന്ന വരെ ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് മൂപ്പിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടി നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഇല വേവുമ്പോഴത്തേക്ക് നമുക്ക് ആ സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുള്ളി നന്നാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് നമ്മുടെ പരിപ്പും പയറിൻ്റെ ഇലയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഈ ചട്ടിയിലേക്ക് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ചതച്ച് വെച്ചതും പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും ഇലയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഞാനിതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് 2 തിള തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.